ആൻഡ് ഗൈഡൻസ് ഇന്ത്യ സിജിയുടെ ഡെയിലി വിഷൻ ഡി വിഷൻ പ്ലാറ്റ്ഫോമിലാണ് നാം ഏവരും ഉള്ളത്. ഇന്നത്തെ നമ്മുടെ സെഷനിൽ നമ്മോട് സംവദിക്കുന്നത് ഡോക്ടർ ഷാഹിന മോൾ AK ആണ്. കാലിക്കറ്റ് സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് അംഗമായ ഡോക്ടർ ഷാഹിന മാഡം മഞ്ചേരി കൊരമ്പയിൽ അഹമ്മദ് ഹാജി മെമ്മോറിയൽ യൂണിറ്റി വുമൻസ് കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറും ഹെഡും കൂടിയാണ്. റെഫ്യൂജി സ്റ്റഡീസിൽ, പ്രത്യേകിച്ച് പലസ്തീൻ, ഫോഴ്സ്ഡ് മൈഗ്രേഷൻ, റെഫ്യൂജിഹുഡ് എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് അവർ ഡോക്ടറൽ ഗവേഷണം നടത്തിയത്. ഗവേഷണം, അധ്യാപനം, ഭാഷാപഠനം, സാംസ്കാരിക പഠനം മേഖലകളിൽ ശ്രദ്ധേയമായ കാൽപ്പാടുകൾ പതിച്ച ഷാഹിന മാഡം ഒരു മികച്ച റിസോഴ്സ് പേഴ്സൺ കൂടിയാണ്. ഡിവിഷന്റെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഷാഹിന മാഡത്തിനെ വളരെ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഡിവിഷന്റെ ഡയറക്ടർ നൂസിയ മാഡം, ടീം ഇൻചാർജിലെ ജസീറ മാഡം, കൂടാതെ എല്ലാ പാർട്ടിസിപ്പൻസിനെയും ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഓവർ ടു ഷാഹിന മാഡം. മാഡം പ്ലീസ്. ഞാൻ ഓഡിബിൾ ആണല്ലോ അല്ലെ? ഓഡിബിൾ ആൻഡ് വിസിബിൾ അല്ലേ? അതെ മാഡം, അതെ. സിജിയുടെ ഡിവിഷൻ എന്ന ഈ പരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ഇതിന്റെ ഓർഗനൈസിംഗ് ടീം അംഗങ്ങളെ, അതുപോലെ ഇതിൽ ഭാഗമായിട്ടുള്ള മറ്റ് മുഴുവൻ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, നമസ്കാരം. നേരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തതുപോലെ ഞാൻ ഷാഹിന മോളാണ്. മഞ്ചേരി യൂണിറ്റി വുമൻസ് കോളേജിലാണ് വർക്ക് ചെയ്യുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പർ കൂടിയാണ്. ഈ സെഷനെ കുറിച്ച് അറിഞ്ഞപ്പോൾ അതിന്റെ കോൺസെപ്റ്റ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഡി വിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിഞ്ഞൂടാ ഡി എന്നത് എങ്ങനെയാണ് കൺസെപ്ച്വലൈസ് ചെയ്തിരിക്കുന്നത് എന്ന്. പക്ഷെ ഡെഫിനറ്റ്ലി അതിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു തീമാറ്റിക് കൺസെപ്റ്റിലാണ് ഈ ഒരു പ്രോഗ്രാം എൻവിഷൻ ചെയ്തിട്ടുള്ളതെന്ന് അറിഞ്ഞു. തീർച്ചയായിട്ടും സിജി ഒരുപാട് നാളുകളായിട്ട് സിജി എന്നൊരു പ്ലാറ്റ്ഫോമിനെ കുറിച്ചും അതുപോലെ തന്നെ സിജി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് അറിയുകയും വിലയിരുത്തുകയും അതിന്റെ പല സെഷനുകളിലും പങ്കെടുക്കുകയും ചെയ്ത ആളാണ് ഞാൻ. അപ്പൊ തീർച്ചയായിട്ടും സിജിയുടെ ഈ ഒരു വിങ്ങിനെ കുറിച്ച്, ഇങ്ങനെ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും അത് അറിയാൻ പറ്റിയതിലും അതിലൊരു സ്പീക്കർ ആവാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ഇന്നത്തെ രാവിലെ വളരെ എല്ലാവർക്കും ഹൃദ്യമായിട്ടുള്ള ഒരു രാവിലെ ആശംസിച്ചുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. എൻ്റെ ടോപ്പിക് ഞാൻ കൊടുത്തിരിക്കുന്നത് ഹോപ്പ്, എ സ്ട്രാറ്റജി ഓഫ് ലൈഫ് എന്നതാണ്. ബേസിക്കലി രണ്ട് ആസ്പെക്റ്റാണ് ഞാൻ അതിനെക്കുറിച്ച് പറയാൻ പോകുന്നത്. ഒന്ന്, ഞാൻ ഒരു ഇംഗ്ലീഷ് അധ്യാപികയാണ്. കോളേജിൽ, മഞ്ചേരി യൂണിറ്റി വുമൻസ് കോളേജിൽ കഴിഞ്ഞ 18 വർഷമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ കണ്ടിട്ടുള്ള എൻ്റെ സാഹിത്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ആക്ച്വലി സാഹിത്യത്തിൻ്റെ ശാഖകളിൽ ഇഷ്ടപ്പെട്ടത് ഒന്ന് പോയട്രിയും രണ്ടാമത്തത് നോൺ ഫിക്ഷൻസും ആണ്. നോൺ ഫിക്ഷൻസ് എന്ന് പറയുമ്പോൾ മെമ്പേഴ്സ്, ഓർമ്മക്കുറിപ്പുകൾ, അതുപോലെ തന്നെ ഡയറി നോട്ട്സ്, പിന്നെ മറ്റു നോൺ ഫിക്ഷൻ ആർട്ടിക്കിൾസ്, പിന്നെ തിയറട്ടിക്കലായിട്ടുള്ള എസ്സേസ്, ആർട്ടിക്കിൾസ്, അങ്ങനെ അതാണ് എൻ്റെ ഒരു വായന മേഖല പൊതുവെ. അപ്പം കവിതകളെ ഉദ്ധരിച്ചുകൊണ്ട്, എസ്പെഷ്യലി കുറച്ച് വളരെ ഫെമിലിയർ ആയിട്ടുള്ള നമ്മളുടെ ഡേ ടു ഡേ അഫയേഴ്സായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന വളരെ കുറച്ച് കവിതാശകലങ്ങളിലൂടെ ഹോപ്പ് എന്നൊരു തീമിനെ നോക്കിക്കാണാനാണ് ഞാൻ ഒന്നാമതായിട്ട് എൻ്റെ ടോക്കിൽ ശ്രമിക്കുന്നത്. രണ്ടാമതായിട്ട് പേഴ്സണലി എൻ്റെ ലൈഫിൽ എനിക്ക് ഈ ഹോപ്പ് എന്നൊരു കോൺസെപ്റ്റ് എൻ്റെ ജീവിതത്തിലും അതുപോലെ തന്നെ എൻ്റെ ഈ മുന്നോട്ടുള്ള യാത്രയിലും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വളരെ പേഴ്സണലായിട്ട് ഡിസ്കസ് ചെയ്യാന്നുള്ളതാണ്. ഈ രണ്ട് ആസ്പെക്റ്റാണ് ഇന്നത്തെ ടോക്കിന് ഞാൻ കോൺസെപ്ച്വലൈസ് ചെയ്തിട്ടുള്ള രണ്ട് കാര്യങ്ങൾ. ഏറ്റവും ആദ്യമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹോപ്പ് ആസ് എ സ്ട്രാറ്റജി ഓഫ് ലൈഫ് എന്നൊരു കോൺസെപ്റ്റിനെ കുറിച്ച് ആദ്യം തുടങ്ങാം. ബേസിക്കലി നമ്മളെപ്പോഴും ജീവിതത്തിൽ മനുഷ്യരെപ്പോഴും വളരെ പ്രതീക്ഷകൾ കാത്തു സൂക്ഷിക്കുന്ന ആൾക്കാരാണ്. എനിക്ക് തോന്നുന്നു മറ്റേത് ജീവജാലങ്ങളെക്കാളേറെ ഒരുപക്ഷെ മനുഷ്യനായിരിക്കാം ദൈവത്തിന്റെ സൃഷ്ടിയിൽ ഈ പ്രതീക്ഷ എന്ന കാര്യത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കുന്നത് എനിക്ക് തോന്നാറുണ്ട്. മറ്റു ജീവജാലങ്ങൾക്കും പ്രതീക്ഷയുണ്ട്, കാരണം പ്രതീക്ഷകളോടെയാണ് പലപ്പോഴും ഒരു കിളി കൂടുണ്ടാക്കുന്നതും അതുപോലെ തന്നെ ഓരോ വളരെ നേർത്ത കമ്പുകളൊക്കെ കൊണ്ടുവന്ന് വളരെ പ്രതീക്ഷയോടെ ഈ കിളിയുടെ ഒരു ജീവിതം മുന്നോട്ട് പോകുന്നതും മേ ബി കുഞ്ഞുണ്ടാവുന്നതും എല്ലാം അവരുടെ ബ്രെയിനിൽ അത് എൻകോഡഡ് ആണ്. അപ്പം ദൈവത്തിന്റെ
ദൈവത്തിന്റെ സൃഷ്ടിയിൽ തന്നെ ആക്ച്വലി പ്രതീക്ഷ എന്നത് ഭയങ്കര എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എൻകോഡഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. നമ്മൾ എവിടെ നോക്കിയാലും കാണാൻ പറ്റും. കാരണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഉറുമ്പുകളൊക്കെ നമ്മൾ കാണുന്നുണ്ടാവും. ഉറുമ്പുകൾ മഴക്കാലം വരുന്നതിന്റെ മുന്നേ അതല്ലെങ്കിൽ ശൈത്യം വരുന്നതിന്റെ മുന്നേ വരി വരിയായിട്ട് ഒരു അരിമണിയുടെ വലിപ്പത്തിലുള്ള ധാന്യത്തിന്റെ പൊടിയൊക്കെ തലയിൽ ഏറ്റിപ്പോകുന്ന ഉറുമ്പുകളൊക്കെ ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ എനിക്ക് അത് നോക്കി കാണുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. നമ്മൾ വിചാരിക്കും അതിനേക്കാൾ എത്രയോ വലിയ വലിയ ഫോഴ്സസ് ഉണ്ട്. ഒരു ഉറുമ്പ് ഒരുപക്ഷെ ഒരു മനുഷ്യന്റെ ചവിട്ടിൽ ഞെരിഞ്ഞമർന്നു പോയേക്കാം. അതല്ലെങ്കിൽ പെട്ടെന്നൊരു മഴ വരുമ്പോൾ എല്ലാം ഒലിച്ചു പോയേക്കാം. പക്ഷെ അതിനെക്കുറിച്ചൊന്നും അവർ വേവലാതിപ്പെടുകയല്ല. കിട്ടുന്ന സമയത്ത് വളരെ പ്രതീക്ഷയോടെ ഭക്ഷണം ഇല്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് മാറ്റി വെക്കാം എന്നത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അങ്ങനെ നമ്മുടെ ചുറ്റും നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരു ചെടിയെ നോക്കിയാൽ മതി. ഒരു ചെടി ഒരു പക്ഷേ നമ്മൾ വളരെ ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഒരു ചെടീനെ വളർത്തുന്നുണ്ടെങ്കിൽ എവിടെ നിന്നെങ്കിലും ഒരു റേ ഓഫ് സൺലൈറ്റ് അല്ലെങ്കിൽ ഒരു സൂര്യകിരണത്തിന്റെ ഒരു റേ വരുമ്പോൾ ആ ഭാഗത്തേക്ക് ചെടി പ്രതീക്ഷയോടെ നോക്കുന്നു. സയന്റിഫിക്കലി നമുക്ക് അതിന് എക്സാമ്പിൾസ് ഉണ്ട്. അതായത് ചെടിയുടെ ഈ ഓക്സിറ്റോസിൻ പോലെയുള്ള ഈ എന്താണ് പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് സൺലൈറ്റിന്റെ ഭാഗം അഭിമുഖീകരിച്ചുകൊണ്ട് ചെടി വളരുന്നത്. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് ഒരു ഫിലോസോഫിക്കലി സ്പീക്കിംഗ് അത് പ്രതീക്ഷയുടെ കിരണങ്ങൾ ചെടിയിലൂടെ വളർന്നു വരികയാണ്. അങ്ങനെ നമ്മൾ പ്ലാന്റ് കിങ്ഡം നോക്കുകയാണെങ്കിലും ആനിമൽ കിങ്ഡം നോക്കുകയാണെങ്കിലും ഒക്കെ ആക്ച്വലി പ്രതീക്ഷ എന്നത് വളരെയധികം അവരെ മുന്നോട്ടുള്ള പോക്കിനും നയിക്കുന്ന ഒരു കാര്യമാണ്. ഇനി മനുഷ്യലോകത്തിലേക്ക് എത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും മനുഷ്യൻ എന്ന എന്താ പറയാ ഈ ഒരു സൃഷ്ടിനെ തന്നെ കൺസെപ്ച്വലൈസ് ചെയ്തതിൽ പ്രതീക്ഷയ്ക്ക് വളരെയധികം പ്രാധാന്യം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബ്രെയിനിൽ എൻകോഡഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ പ്രതീക്ഷയാണ് ആക്ച്വലി സ്ട്രാറ്റജി ഓഫ് ലൈഫ് എന്ന രീതിയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കാറ്. ഞാൻ എൻ്റെ കുട്ടികളോട് പറയുന്ന കാര്യമാണ്, ഫാമിലി മെമ്പേഴ്സിനോട് പറയുന്ന കാര്യമാണ്, നമ്മുടെ കോളേജിലുള്ള നമ്മുടെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികളോടും അതിൻ്റെ അപ്പുറത്തേക്ക് പല പ്രോഗ്രാംസിലൊക്കെ പോകുമ്പോഴും നമ്മൾ എപ്പോഴും ഷെയർ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ മേ ബി ഒരു അവാർഡ് ഫംഗ്ഷൻ ആണെങ്കിലും അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഓറിയന്റേഷൻ സെഷൻ ആണെങ്കിലും ട്രെയിനിങ് സെഷൻസ് ആണെങ്കിലും ലീഡർഷിപ്പ് സെഷൻസ് ആണെങ്കിലും കുറേയും കൂടെ ഒരു വിമൻ ലീഡർഷിപ്പ് സെഷൻസ് ആണ്, അങ്ങനത്തെയൊക്കെ സെഷൻസിലാണ് ഞാൻ പൊതുവെ പങ്കെടുക്കാറുള്ളത്. അതിലൊക്കെ തന്നെ ഞാൻ പലപ്പോഴും ഷെയർ ചെയ്യുന്ന ഒരു കാര്യമാണ്, പ്രതീക്ഷ നമ്മുടെ സ്ട്രാറ്റജി ഓഫ് ലൈഫായി മാറണം. ജീവിതത്തിൽ നമുക്ക് പല സ്ട്രാറ്റജി ഉണ്ടായിരിക്കാം. നമ്മുടെ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രാറ്റജി ഉണ്ടാവും, പേഴ്സണൽ ഗ്രോത്ത് റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ഉണ്ടാവും, മേ ബി നമ്മുടെ സർവീസ് റിലേറ്റ് ചെയ്തിട്ടും ചാരിറ്റി പ്രവർത്തനങ്ങൾ, സോഷ്യോ കൾച്ചറൽ ആക്ടിവിറ്റീസ് അതൊക്കെ റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ സ്ട്രാറ്റജി ഉണ്ടാവും. എവറി ഹ്യൂമൻ ബീയിങ് ഹാസ് എ സ്ട്രാറ്റജി ഓഫ് ലൈഫ്. ഓൺ ദ ബേസിസ് ഓഫ് ദ സ്ട്രാറ്റജി ഓഫ് ദാറ്റ് ലൈഫ് എവറി ഹ്യൂമൻ ബീയിങ് ഈസ് മൂവിങ്, ബട്ട് മൂവിങ് വെരി ഹോപ്പ്ഫുള്ളി. ഈ ഹോപ്പ് എന്ന സ്ട്രാറ്റജി ഓഫ് ലൈഫായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ജീവിതത്തിൽ നമ്മൾ റിലീജിയസ് ടെക്സ്റ്റുകൾ, ഏത് റിലീജിയൻ നോക്കുകയാണെങ്കിലും റിലീജിയസ് ടെക്സ്റ്റുകളൊക്കെ തന്നെ മനുഷ്യനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ആശയമാണ് പ്രതീക്ഷ എന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 ആസ്പെക്റ്റാണ് ഞാൻ ഷെയർ ചെയ്യാമെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ഒന്നാമത്തെ കാര്യം, എൻ്റെ ജീവിതത്തിൽ ഞാൻ കരിയറിലൂടെയൊക്കെ പോവുകയാണെങ്കിലും നമുക്ക് സമയക്കുറവുണ്ടായതുകൊണ്ട് ദ ഹോൾ സ്റ്റോറി ഓഫ് ലൈഫ് ഐ എം നോട്ട് എക്സ്പ്ലെയിനിങ് ഹിയർ, ബട്ട് സ്റ്റിൽ ഞാൻ എൻ്റെ കരിയറിൽ വരുമ്പോൾ ഞാൻ ആക്ച്വലി in the very beginning I was working as a teacher trainer. ഒരു 2002 കാലഘട്ടത്തിൽ ഒരു ടീച്ചർ ട്രെയിനർ ആയിട്ടാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത്. ഒരു കോൺട്രാക്ട് ബേസ്ഡ് ജോലിയായിരുന്നു. അപ്പം ഡിഫറെന്റ് സ്കൂൾസ് വിസിറ്റ് ചെയ്യുകയും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കൊക്കെ ട്രെയിനിങ് കൊടുക്കുന്നൊക്കെ ഒരു ജോലിയായിരുന്നു ബ്ലോക്ക് റിസോഴ്സ് സെന്റർ എന്ന് പറഞ്ഞ DPEPയുടെ അണ്ടറിൽ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവിടുന്ന് ആക്ച്വലി ഞാൻ പിന്നെ ഡിഗ്രി ചെയ്തതിന് ശേഷം PGക്ക് പോവുകയും അതിൻ്റെ ഇടയിലൂടെയാണ് ഫാമിലി, മദർഹുഡ്, പിന്നെ ഡോട്ടർ ഇൻ ലോ, വൈഫ്, അങ്ങനത്തെ മൾട്ടിപ്പിൾ കൈൻഡ് ഓഫ് പൊസിഷൻസ് ഒക്കെ അല്ലെങ്കിൽ റോൾസ് ഒക്കെ അതിൻ്റെ കൂടെ ഒന്ന് നിറവേറ്റിക്കൊണ്ടിരുന്നത്. അന്ന് എനിക്ക് പല പല സാഹചര്യങ്ങൾ, ഒരു പക്ഷെ ആ ജോലി കണ്ടിന്യൂ ചെയ്ത് പോകാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിൻ്റെ അപ്പുറത്തേക്ക് പലപ്പോഴും ഗ്രാജുവേഷനൊക്കെ കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും BEd ഒക്കെ ചെയ്ത് പെട്ടെന്ന് തന്നെ ഒരു സെറ്റിൽഡ് ആവുക എന്നുണ്ടായിരുന്നു. പെട്ടെന്ന് സെറ്റിൽഡ് ആവാൻ നമുക്ക് ബേസിക്കലി ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അതേസമയം എൻ്റെ ഒരു ഡ്രീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒരു ലാർജർ പ്ലാറ്റ്ഫോമിൽ മേ ബി കോളേജിലൊക്കെ ആണെങ്കിൽ ഒരു യുവത്വത്തിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി എന്നുള്ള അന്ന് തന്നെ എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. അപ്പം അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞാൻ ഭയങ്കര ഹോപ്പ്ഫുള്ളി മൂവ് ചെയ്തിട്ടുണ്ട്. ഹോപ്പിന്റെ കൂടെ പറയേണ്ട ഒരു കാര്യമാണ് പ്രയർ എന്നുള്ളത്. പ്രതീക്ഷയും
പ്രത്യാശയും പ്രാർത്ഥനയുമാണ് ഒരുപക്ഷെ ജീവിതത്തെ വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക. അത് പല ഫിലോസഫേഴ്സും പല നിത്യജീവിതത്തെ നോക്കിക്കാണുന്ന ആൾക്കാരും ഫിലോസഫർ അല്ലാത്തവരും സാധാരണക്കാരും എല്ലാവരും പറയുന്ന കാര്യമാണ്. പക്ഷെ പേഴ്സണലി എൻ്റെ ജീവിതത്തിൽ എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഒരൊറ്റ സിറ്റുവേഷൻ മാത്രം പറയാം. ഇപ്പൊ പലപ്പോഴും വന്ന് പല ജോലിയുടെ ഓഫറൊക്കെ ഉണ്ടായപ്പോൾ, എസ്പെഷ്യലി പെർമനന്റ് ആയിട്ട് സ്കൂളിലൊക്കെ കയറാനും ഒക്കെയുള്ള അവസരങ്ങളൊക്കെ ഉണ്ടായ ഒരുപാട് സാഹചര്യങ്ങളുണ്ടായിരുന്നു. ആ സമയത്ത് പിന്നെ എൻ്റെ ഹസ്ബൻഡ് പറയാറുണ്ടായിരുന്നു, നീ ആഗ്രഹിച്ച ജോലി ഇതല്ലല്ലോ, നീ കോളേജ് ലെക്ചർ ആവണം എന്നുള്ളതല്ലേ, അപ്പൊ അത് എത്തുന്നത് വരെ ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയും. അങ്ങനെയാണ് ഞാൻ മറ്റ് ഫർദർ ഹയർ എഡ്യൂക്കേഷനിലേക്കൊക്കെ പോകുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് പലതരത്തിലുള്ള പ്രതിബന്ധങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, പക്ഷെ പലതരത്തിലുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് ഞാൻ ഭയങ്കര ഹോപ്പ്ഫുൾ ആയിട്ട് നിന്നതുകൊണ്ടാണ് എനിക്ക് കുറച്ചുകൂടി റെസിലിയന്റ് ആയിട്ടും അതുപോലെ തന്നെ ചെയ്യുന്ന ഹാർഡ് വർക്ക് സിംപ്ലിഫൈഡ് ആയിട്ടും തോന്നിയിട്ടുണ്ടായിരുന്നത്. ഒരൊറ്റ ഉദാഹരണം പറയാം. ഞാൻ മദർഹുഡും കരിയറും പഠനമൊക്കെ ഒരുമിച്ചാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ പലപ്പോഴും നമുക്ക് നമ്മുടെ ക്ലാസ്സിലുള്ള കുട്ടികളൊക്കെ വളരെ നേരത്തെ എണീറ്റ് അവരുടെ പഠനങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ എൻഗേജ്ഡ് ആയിരിക്കാം. പലപ്പോഴും പല ദിവസങ്ങളിലും എൻ്റെ പഠനമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് രാത്രി 10 മണിക്കോ 11 മണിക്കോ ഒക്കെ. ചെറിയ കുഞ്ഞുണ്ടായിരുന്നു. ഞാൻ രണ്ടാമത്തെ കുഞ്ഞിനെ പ്രസവിച്ച് ഒരു 40 ദിവസം മാത്രം പ്രായമുള്ള സമയത്താണ് ഞാൻ കോളേജിൽ PGക്ക് ജോയിൻ ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് ആലോചിച്ചറിയാലോ. അപ്പൊ അങ്ങനത്തെ ആ സമയത്തൊക്കെ ഞാൻ കീപ്പ് ചെയ്തിരുന്ന ഒരു മന്ത്ര ഓഫ് ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം, അതല്ലെങ്കിൽ ഹോപ്പ് ഓഫ് ലൈഫ്, മൈ പ്രേ ഓഫ് ലൈഫ്, മൈ സ്ട്രാറ്റജി ഓഫ് ലൈഫ് എന്നുള്ളത് എൻ്റെ ഒരു ഹോപ്പായിരുന്നു. എനിക്കിത് ചെയ്യാൻ പറ്റും എന്നുള്ളതും അത് കഴിഞ്ഞിട്ട് അങ്ങനെ പോകണം എന്നുള്ളതും. മനുഷ്യൻ എപ്പോഴും അങ്ങനെയാണ്. പ്രതീക്ഷകൾ ഭയങ്കരമായിട്ട് മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ പിന്നെ താങ്ക് ഗോഡ് ആ കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചതുപോലെ സംഭവിച്ചതുകൊണ്ടാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ള ഒരു അവസരം കിട്ടിയത്. ഇനി അത് ഒരു ആസ്പെക്ട് ഓഫ് ലൈഫ്. രണ്ടാമത്തെ ഒരു ആസ്പെക്ട് എന്ന് ഞാൻ പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില കവിതകളിലൂടെയുള്ള ഒരു യാത്ര. ഞാൻ കോളേജിൽ പിന്നെ ഇംഗ്ലീഷ് സാഹിത്യമാണ് പഠിപ്പിക്കുന്നത്. മാത്രമല്ല സെമിനാറുകളാണെങ്കിലും ഒക്കെ ഇംഗ്ലീഷ് സാഹിത്യത്തിന്റെ പല വകഭേദങ്ങളിലൂടെ, എസ്പെഷ്യലി ഡിഫറെന്റ് ഫോംസിലൂടെയാണ് പലപ്പോഴും എൻ്റെ റിസർച്ചിനാണെങ്കിലൊക്കെ തന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് പഠനത്തിന്റെ ഭാഗമായിട്ട്. അതില് 1-2 കവിതകൾ മാത്രം ഞാൻ നിങ്ങളോട് ഈ ഭയങ്കരമായിട്ടൊരു കവിതാ ക്ലാസ് ആയിട്ടൊന്നും എടുക്കണ്ട. വളരെ നിത്യജീവിതത്തോട് ബന്ധമായിട്ടുള്ള വളരെയധികം അടുത്ത് കിടക്കുന്ന വളരെ ചെറിയ ചില ആസ്പെക്ട്സ് മാത്രം ഈ പ്ലാറ്റ്ഫോമിന്റെ ഭാഗമായിട്ട് ഷെയർ ചെയ്യാണ്. ഒരുപാട് കവിതകൾ നമ്മൾ ഇറസ്പെക്റ്റീവ് ഓഫ് ദ കൺട്രീസ്, ഇന്ത്യൻ പോയറ്റ്സ് എന്നൊന്നുമില്ല, വേൾഡ് പോയറ്റ്സ്, അതുപോലെ തന്നെ എസ്പെഷ്യലി ഇന്ത്യൻ പോയറ്റ്സ്, പിന്നെ മറ്റു അറബ് പോയറ്റ്സ്, മിഡിൽ ഈസ്റ്റിലുള്ള പോയറ്റ്സ്, ഒരുപാട് കവികൾ വളരെ നേരത്തെ തന്നെ, വളരെ മീൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 12-ാം നൂറ്റാണ്ട് മുതൽ തന്നെ നമ്മൾ പിന്നെ അറബ് സാഹിത്യമൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെയധികം പ്രതീക്ഷാപൂർവ്വം എഴുതിയിട്ടുള്ള കവിതകൾ നമുക്ക് കാണാൻ പറ്റും. കുറച്ച് റീസെന്റ് ആയിട്ട് വരികയാണെങ്കിൽ ഒരു ബ്രിട്ടീഷ് പോയട്രിയുടെ പശ്ചാത്തലത്തിൽ നോക്കുകയാണെങ്കിൽ റൊമാൻറ്റിക് പോയട്രി എന്ന് പറഞ്ഞാൽ 18-ാം നൂറ്റാണ്ട് മുതൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള കവിതകളിലാണ് ശരിക്കും പറഞ്ഞാൽ ബ്രിട്ടീഷ് സാഹിത്യത്തിൽ പ്രതീക്ഷനെ കുറിച്ച് അല്ലെങ്കിൽ പ്രത്യാശത്തെ കുറിച്ച് അല്ലെങ്കിൽ ഒപ്റ്റിമിസത്തെ കുറിച്ച് ഹോപ്പിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് വിവരിച്ചിട്ടുള്ളത്. അതില് നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കും, ടു വെസ്റ്റ് വിൻഡ് എന്ന് പറഞ്ഞൊരു കവിതയുണ്ട്, ഷെല്ലിയുടെ, PB ഷെല്ലിയുടെ, പേഴ്സി ഷെല്ലി എന്ന് പറയുന്നത്. ഷെല്ലിയുടെ കവിതയിൽ ഈ ടു വെസ്റ്റ് വിൻഡ് എന്ന കവിത അവസാനിക്കുന്ന വരി വളരെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു വരിയാണ്. പക്ഷെ നിങ്ങളൊക്കെ സ്കൂളിലോ അല്ലെങ്കിൽ കോളേജിലോ അല്ലെങ്കിൽ മറ്റ് നിങ്ങളുടെ വായനയുടെ ഭാഗമായിട്ട് ശ്രദ്ധിച്ചതായിരിക്കാം. എങ്കിലും ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ ഞാൻ അതൊന്ന് റിപ്പീറ്റ് ചെയ്യാം. ചിലപ്പോൾ പല കാര്യങ്ങളും ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് പിന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് അതൊരു പോസിറ്റീവായിട്ട് വരാം. അതിൽ ടു വെസ്റ്റ് വിൻഡ് അവസാനിക്കുന്നത് ഈ വരിയിലാണ്, ഇഫ് വിന്റർ കംസ് ക്യാൻ സ്പ്രിംഗ് ബി ഫാർ ബിഹൈൻഡ്. ഒരിക്കൽ കൂടി പറയാം, ഇഫ് വിന്റർ കംസ് ക്യാൻ സ്പ്രിംഗ് ബി ഫാർ ബിഹൈൻഡ് എന്ന് പറഞ്ഞാൽ വിന്റർ വരികയാണെങ്കിൽ അതിവിദൂരമല്ലാതെ സ്പ്രിംഗ് വരുന്നുണ്ടാവുമല്ലോ എന്നാണ്. അപ്പം ഞാൻ PGക്ക് പഠിക്കുമ്പോൾ ഞങ്ങളുടെ കോളേജിൽ ഈ റൂമിൽ ഇങ്ങനെ ഇതുപോലെ ഹോപ്പ് അല്ലെങ്കിൽ ഒപ്റ്റിമിസം അല്ലെങ്കിൽ പ്രതീക്ഷ അത് തീമായിട്ട് വരുന്ന ഇതുപോലെയുള്ള ഷെല്ലിയുടെ പോലെയുള്ള കീറ്റ്സിനെ പോലെയുള്ള ചില കവിതകൾ അവിടെ ക്ലാസ് റൂമിൽ ഞാൻ ചാർട്ടിൽ എഴുതിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു പ്രാവശ്യം ഇങ്ങനെ ക്ലാസ്സിൽ സാറ് വരുമ്പോൾ തന്നെ ചോദിച്ചു, ഇതാ ഇങ്ങനെയാണ് പുതിയ ചാർട്ടൊക്കെ എന്ന് വെച്ചു. അപ്പം ഞാൻ വിചാരിച്ചത് അത് ക്ലാസ്സിൽ ഇങ്ങനെ എഴുതി കണ്ടിട്ട് നമ്മൾ ആ ക്ലാസ്സിൽ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിൽ വരുന്ന ചെറിയൊരു റേ ഓഫ് ഹോപ്പ് വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. അതുവരെ ഉണ്ടായിരുന്നതിനേക്കാൾ വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. നമ്മൾ വായിക്കുകയാണ്, ഇഫ് വിന്റർ കംസ് ക്യാൻ സ്പ്രിംഗ് ബി ഫാർ ബിഹൈൻഡ്. നമ്മൾ
നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും വിന്റർ ഉണ്ടായിരിക്കും, എല്ലാവരുടെ ജീവിതത്തിലും സ്പ്രിങ്ങും ഉണ്ടാവും. അപ്പൊ വിന്റർ ഉണ്ടാവുമ്പോൾ, വിന്റർ എന്ന് പറഞ്ഞാൽ ഞാൻ സിംബോളിക്കലി ആയിട്ടോ പറഞ്ഞത്, നമ്മളൊരു പക്ഷേ എന്തെങ്കിലും തരത്തിലുള്ള ടെൻഷന്, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബോഡി എയിൽമെന്റ്സ് എല്ലാം, വിന്റർ ക്യാൻ ബി ഡിഫറെന്റ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. ഓരോരുത്തരുടെ ജീവിതത്തിലുള്ള വിന്റർ വ്യത്യാസമായിരിക്കും. വിന്റർ എപ്പോഴും നമ്മൾ കവിതകളിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും ഇനി കഥകളിലാണെങ്കിലും പെയിന്റിങ്ങിലാണെങ്കിലും ഒക്കെ വിന്റർ വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു സമയമായിട്ടാണ് എപ്പോഴും ഇലകളിലൊന്നും, മരങ്ങളിലൊന്നും ഇലകളില്ലാതെ മഞ്ഞ് മൂടി അതിശൈത്യം, ഒരു കൊടും തണുപ്പിന്റെ ഒരു 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 പെയിന് ഉണ്ട്. പക്ഷെ വിന്റർ വരുമ്പോൾ മനുഷ്യൻ സ്വയം പറയുന്ന അല്ലെങ്കിൽ കവി പറയുന്ന വാക്കുകളാണ്: ഇഫ് വിന്റർ കംസ് ക്യാൻ സ്പ്രിംഗ് ബി ഫാർ ബിഹൈൻഡ്. സ്പ്രിംഗ് അതിവിദൂരമല്ല. അപ്പം ആ ഒരു പ്രതീക്ഷയാണ് ചിലപ്പോൾ നമുക്ക് ചെറിയ കാര്യം, ഇപ്പൊ പഠിക്കുന്ന കാലഘട്ടത്തിലൊക്കെ ചിലപ്പോൾ പരീക്ഷകള്, അതല്ലെങ്കിൽ മറ്റ് അസൈൻമെന്റ്സ്, ഉത്തരവാദിത്തങ്ങള്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പേഴ്സണലി സ്പീക്കിംഗ്, എന്നെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞിനെ വീട്ടിലാക്കിയിട്ട് പോകുന്നു, പക്ഷെ അതേസമയം നല്ലോണം പഠിക്കണം എന്നുള്ള ആഗ്രഹം. അപ്പൊ അതൊക്കെ നമ്മളെ മനുഷ്യനെങ്ങനെ ഒരുപാട് ടെൻഷൻസ് തരുന്ന കാര്യമാണ്. അപ്പൊ നമ്മളോട് തന്നെ പറയും: ഇഫ് വിന്റർ കംസ് ക്യാൻ സ്പ്രിംഗ് ബി ഫാർ ബിഹൈൻഡ്. സ്പ്രിംഗ് അതിവിദൂരമല്ല, നമുക്ക് മുന്നോട്ട് പോവാം എന്നുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു കവിതയിൽ ഇതുപോലെ ഉണ്ട്. എമിലി ഡിക്കിൻസൺ എന്ന് പറഞ്ഞൊരു കവി. ഞാൻ നേരത്തെ പറഞ്ഞത് ബ്രിട്ടീഷ് പോയറ്റ് ആയിരുന്നു. എമിലി ഡിക്കിൻസൺ അമേരിക്കൻ പോയറ്റാണ്. എമിലി ഡിക്കിൻസൺ വളരെ രസകരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട അതിഗംഭീരമായിട്ടുള്ള ഒരു ഫിലോസോഫിക് ലൈഫിനെ നയിച്ചിരുന്ന ഒരു കവയിത്രിയാണ് കേട്ടോ. അവര് അമേരിക്കൻ ന്യൂ റൊമാൻറ്റിസിസം എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ ഒരു നവ റൊമാൻറ്റിക് പോയട്രിക്ക് ജീവൻ കൊടുത്തിട്ടുള്ള അമേരിക്കൻ കവയിത്രിയായിരുന്നു. അവർ ആക്ച്വലി അവരുടെ ലൈഫ് ഭയങ്കര ഗ്ലൂമി ആയിട്ടുള്ള, ഗ്ലൂമി എന്ന് നമ്മൾ പറയാം, വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ടേൺ ഉള്ള ഒരു കവയിത്രി. ഞാൻ കൂടുതൽ അവരെ കുറിച്ച് പറയുന്നില്ല. പക്ഷെ അവരുടെ ലൈഫിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് പിന്നെ സ്കൂളിൽ നിന്ന് ഡ്രോപ്ഡ് ഔട്ട് ആവേണ്ടി വന്നു. പിന്നെ വളരെ ഏർലി സ്റ്റേജിൽ അവരുടെ മദർ മരണപ്പെട്ടു. പിന്നെ അവർ കവിതകളിൽ മാത്രമാണ് അവരുടെ റിസോർട്ട് കണ്ടെത്തിയത്. ഷീ ഹാസ് റിസോർട്ടഡ് ഹെർസെൽഫ് ഇൻ ടു ഹെർ പോയട്രി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ അവരുടെ ലൈഫ് ടൈമിൽ അവർ എഴുതി കൊടുത്ത കവിതകളൊന്നും തന്നെ പ്രസിദ്ധീകരിക്കപ്പെട്ടില്ല. വളരെ തുച്ഛമായിട്ട് 2-3 കവിതകൾ മാത്രമേ പ്രസിദ്ധീകരിക്കപ്പെട്ടുള്ളൂ. പ്രസിദ്ധീകരിച്ച ഏജൻസി വരെ അവരോട് പറഞ്ഞത് നിങ്ങളുടെ കവിതകൾ പ്രസിദ്ധീകരിക്കാനുള്ള ക്വാളിറ്റി ഇല്ല എന്നുള്ളതാണ്. മാത്രമല്ല അന്നത്തെ സമയത്ത് സ്ത്രീകൾക്ക് പ്രസിദ്ധീകരിക്കപ്പെടാനുള്ള സാധ്യതകളും കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പം പിന്നീട് അവരുടെ മരണശേഷമാണ് അവരുടെ കവിതകൾ മെജോറിറ്റിയും പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. അപ്പൊ അവരുടെ കവിതകള് പിന്നീട് അവരുടെ ഒരു റിലേറ്റീവ് വഴി കണ്ടെടുത്ത് പ്രസിദ്ധീകരിച്ചപ്പോൾ അതില് ക്രിട്ടിക്സ് ഒക്കെ പറയുന്നത് 1886 കവിതകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. 1886 കവിതകൾ അവരവരുടെ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ കവിതകളൊക്കെ പിന്നീട് പ്രസിദ്ധീകരിക്കുന്നത്. അതുകൊണ്ട് ഭയങ്കര വണ്ടർഫുൾ റീഡാണ് നമ്മൾ എമിലി ഡിക്കിൻസിനെ വായിക്കുക എന്ന് പറഞ്ഞാൽ. നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ജീവിതത്തിന്റെ വിന്ററുകളുടെ ഒരു രൂപം കവിതകളിലുണ്ട്. പക്ഷെ അതേസമയം ഭയങ്കര പ്രതീക്ഷകളുടെ രൂപങ്ങൾ, അല്ലെങ്കിൽ പ്രതീക്ഷയുടെ വിവിധ നിറത്തിലുള്ള, വിവിധ കളറിലുള്ള പ്രതീക്ഷയുടെ, സ്വപ്നങ്ങളുടെ, അതല്ലെങ്കിൽ ഒപ്റ്റിമിസത്തിന്റെ വരകളാണ് അവരുടെ കവിതകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് വായിക്കാൻ പറ്റും. അപ്പൊ അവരുടെ ഒറ്റ കവിതയിലെ ഒരു വരി മാത്രം ഞാൻ പറയാം. ഹോപ്പ് ഇസ് ദ തിങ് വിത്ത് ഫെദേഴ്സ് എന്നാണ് പറയുന്നത്. അത് ആ വരി ഫസ്റ്റ് വരിയാണ് കേട്ടോ അതിന്റെ. അതില് ഇനി കേട്ട് വിചാരിക്കുന്നു, ഹോപ്പ് ഇസ് ദ തിങ് വിത്ത് ഫെദേഴ്സ് എന്ന് പറയുന്നുണ്ട്. ഹോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിറകുകൾ ഉള്ളതാണ്. പിന്നെ ആ കവിതയിൽ ഇങ്ങനെ പറയുമ്പോൾ പിന്നീടുള്ള വരികൾ പറയുന്നുണ്ട്, ഇറ്റ് ക്യാൻ ഫ്ലൈ എന്ന് പറയുന്നുണ്ട്. അപ്പം ആ ഒരു ഹോപ്പ് ഇസ് ദ തിങ് വിത്ത് ഫെദേഴ്സ് എന്നുള്ളത് അവരോട് തന്നെ പറയുന്ന ജീവിതത്തിന്റെ ഒരു മന്ത്രമാണ്. കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞു, അവരുടെ ലൈഫിൽ അവർ ഭയങ്കര സെക്ലൂഡഡ് ആയിരുന്നു. ഈ ക്രിട്ടിക്സ് ഒക്കെ അവരെ കുറിച്ച് പറയുന്നത് ജീവിതത്തിൽ അവർ എണ്ണിക്കണക്കാക്കാൻ പറ്റുന്ന അത്ര സമയം മാത്രമേ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. കാരണം അവർക്ക് ഒരുപാട് മിസറബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ഉണ്ടാവുകയും കവിതകളിലേക്ക് അഭയം പ്രാപിക്കുകയൊക്കെ ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും കവിതകളിലാണ് അവരുടെ പ്രതീക്ഷകൾ മുഴുവൻ അവർ നിറച്ചു നടന്നത്. അപ്പൊ അതിൽ പറയുന്ന ഒരു വരിയാണ് ഹോപ്പ് ഇസ് ദ തിങ് വിത്ത് ഫെദേഴ്സ്. ഞാൻ എപ്പോഴും അതും ഈ പറഞ്ഞ പോലെ ഈ നമ്മൾ ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിലൂടെ മൂവ് ചെയ്യുമ്പോൾ നമ്മളോട് തന്നെ മന്ത്രിക്കുന്ന ഒരു കവിതയുടെ വരിയാണ് ഈ പ്രതീക്ഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചിറകുകളുള്ള ഒരു ഫീലിംഗ് ആണ്. അതിന് ഉയരെ 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 പറക്കാൻ പറ്റും. അപ്പം നമുക്ക് തന്നെ ആക്ച്വലി നമ്മൾ തന്നെ അല്ലെങ്കിൽ നമ്മൾ തന്നെ മുന്നോട്ട് നയിക്കുന്ന, നമ്മളെ തന്നെ ഉയരത്തിൽ പറക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ഉയരത്തിൽ പറക്കുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും സ്വപ്നങ്ങൾ ജീവിതത്തിൽ വ്യത്യസ്തമാണല്ലോ. ഓരോരുത്തരുടെയും പ്രതീക്ഷകൾ വ്യത്യസ്തമാണ്, ഓരോരുത്തരുടെ ആഗ്രഹങ്ങൾ വ്യത്യസ്തമാണ്, ഓരോരുത്തരുടെ ഇടപെടുന്ന മേഖലകൾ വ്യത്യസ്തമാണ്. ആ മേഖലകളിലൊക്കെ തന്നെ അവർക്ക് മുന്നോട്ട് നയിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഹോപ്പ് ഇസ് ദ തിങ് വിത്ത് ഫെദേഴ്സ് എന്നൊക്കെ. അങ്ങനത്തെ ഒരുപാട് കവിത ഉണ്ട്. ഞാൻ ജസ്റ്റ് മോർണിംഗ് ആയതുകൊണ്ട്, സമയത്തിന്റെ പരിമിതി ഉണ്ടായതുകൊണ്ട് വളരെ ചെറിയ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ആശയങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് മൂവ് ചെയ്യാണ്. അതുപോലെ തന്നെ
എന്താണ് മറ്റൊരു പ്രധാനപ്പെട്ട കവി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ അമേരിക്കൻ പോയറ്റ് തന്നെയാണ് റോബർട്ട് ഫ്രോസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. റോബർട്ട് ഫ്രോസ്റ്റും നമ്മൾ സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന കവിയാണ്. അമേരിക്കൻ പോയറ്റാണ്, അമേരിക്കൻ റൊമാൻറ്റിക് പോയറ്റാണ്. അവരുടെ ആ, ഒരു ഒരു കവിതയിൽ ദ റോഡ് നോട്ട് ടേക്കൺ എന്ന് പറഞ്ഞൊരു കവിതയുണ്ട്. റോഡ് നോട്ട് ടേക്കൺ പക്ഷെ നിങ്ങൾ കേട്ടിട്ടായിരിക്കും. ഈ റോഡ് നോട്ട് ടേക്കൺ എന്നുള്ള കവിതയുടെ സാഹചര്യം വളരെയധികം രസകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. ഈ റോബർട്ട് ഫ്രോസ്റ്റിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ ഫാമിലിയിൽ ഒരുപാട് പേര് ഫിസിഷ്യൻസ് ആയിരുന്നു. 59 ആണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ടത് വിചാരിക്കുന്നു. 10 more minutes ഉണ്ട്. അവരുടെ ജീവിതത്തിൽ ഒരുപാട് പേര് ഫിസിഷ്യൻസ് ആയിരുന്നു അവരുടെ ഫാമിലിയിൽ എല്ലാവരും. അപ്പൊ എല്ലാവരും റോബർട്ട് ഫ്രോസ്റ്റിനോട്, ഫിസിഷ്യൻ എന്ന് പറയുമ്പോൾ ഡോക്ടർ, പ്രാക്ടീസിങ് ഡോക്ടർ, എല്ലാവരും പറഞ്ഞത് നിങ്ങളൊരു ഡോക്ടർ ആയിരിക്കണം, ഡോക്ടറായി മാറണം എന്നുള്ളതാണ്. അപ്പം ആ ഒരു ജീവിതത്തിലെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിന്റെ ഒരു കവിതയിലൂടെ റോബർട്ട് ഫ്രോസ്റ്റ് പറയുകയാണ്. റോബർട്ട് ഫ്രോസ്റ്റ് ഒരു രണ്ട് വശങ്ങളിലേക്ക് പോകുന്ന ഒരു റോഡിന്റെ നടുവിൽ നിൽക്കുകയാണ്. അങ്ങനെയാണ് ആ കവിത പിക്ചറൈസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നമ്മൾ പഠിക്കുമ്പോൾ, സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ആ കവിതയുടെ ചിത്രം കൂടെ ഉണ്ടായിരിക്കും. അപ്പൊ റോബർട്ട് ഫ്രോസ്റ്റ് പറയുന്നു, ഒരു വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കാണാൻ പറ്റും, ആ വഴി എല്ലാവരും നടന്നു പോയിട്ടുള്ള, അല്ലെ അതില് അങ്ങനെ കല്ലും മുള്ളൊന്നും ഇല്ലാത്ത, വളരെ സ്ട്രെയിറ്റ് ആയിട്ട് എനിക്ക് കാണാൻ പറ്റുന്ന, തടസ്സങ്ങളില്ലാത്തൊരു വഴി. രണ്ടാമത്തെ വഴി എനിക്ക് ഇവിടെ നോക്കുമ്പോൾ മുഴുവനായിട്ട് കാണാൻ പറ്റുന്നില്ല, അതിനിങ്ങനെ ഒരു ടേൺ ഉണ്ട്, ഇങ്ങനെ വളഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ ആ വഴി അധികം ആരും യാത്ര ചെയ്തിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാക്കാൻ പറ്റണം, കാരണം അവരുടെ സാഹചര്യം. ഒരു വഴി എന്ന് പറഞ്ഞാല് വളരെ ജീവിതത്തിൽ എല്ലാവരും ഡോക്ടർ ആകുന്നു, അങ്ങനെ പരിശീലകരാകുന്നു, ആ ഒരു വഴി. രണ്ടാമത്തെ വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോബർട്ട് ഫ്രോസ്റ്റിന് ഒരു പോയറ്റ് ആവാനായിരുന്നു ഇഷ്ടം, എഴുത്തുകാരനാവാനായിരുന്നു ഇഷ്ടം. അത് അധികം ആരും എടുത്തിട്ടില്ലാത്ത വഴിയാണ്, അല്ലെങ്കിൽ ഒരു പക്ഷേ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വഴി ആയിരിക്കാം, നല്ലൊരു കരിയറായിട്ട് മാറുമെന്ന് അറിഞ്ഞൂടാ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവർ പറഞ്ഞിട്ടുള്ളതാണ് ദർ ആർ ടു റോഡ്സ് ഡൈവേർജ്ഡ് ഓൺ എ യെല്ലോ വുഡ് എന്ന് പറഞ്ഞിട്ടാണ് ആ കവിത ആരംഭിക്കുന്നത് കേട്ടോ. അവസാനം പറയുന്നുണ്ട്, ഐ ടുക്ക് ദ സെക്കൻഡ് വൺ ദാറ്റ് മെയ്ഡ് ഓൾ ദ ഡിഫറൻസ് എന്ന് പറയുന്നുണ്ട്. ഞാൻ എടുത്തത് രണ്ടാമത്തെ വഴിയാണ്, ദാറ്റ് മെയ്ഡ് ഓൾ ദ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടാണ് ആ കവിത അവസാനിക്കുന്നത്. അതാണ് എല്ലാ ഡിഫറൻസസും, അല്ലെങ്കിൽ എല്ലാ വ്യത്യാസങ്ങളും എനിക്ക് സാധ്യമാക്കിയത്. നമ്മളൊരു പക്ഷേ റോബർട്ട് ഫ്രോസ്റ്റിനെ കുറിച്ച് ഇന്ന് രാവിലെ സംസാരിക്കുക പോലും ചെയ്യൂല. അവരൊരു അമേരിക്കൻ ഡോക്ടർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കുന്നത് വളരെയധികം ഒപ്റ്റിമിസവും ഹോപ്പൊക്കെ അവരുടെ കവിതകളിലൂടെ അവരുടെ ഓരോ വായനക്കാരനും നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറം പകർന്നു കൊടുക്കുന്ന ഒരു കവി ആയതുകൊണ്ടാണ് നമ്മൾ ഇന്ന് റോബർട്ട് ഫ്രോസ്റ്റിനെ കുറിച്ച് സംസാരിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ ലൈഫിലും ഇതുപോലെ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ട് നമ്മൾ സഞ്ചരിച്ച് പിന്നീട് നമുക്ക് ഈ തിരഞ്ഞെടുത്ത വഴിയാണ് ഏറ്റവും നന്നായത്, ഞാൻ എടുത്ത വഴി വളരെ പോസിറ്റീവായി, അല്ലെങ്കിൽ ഞാൻ എടുത്ത വഴി ഡിഫറെന്റ് ആയിരിക്കാം ഒരു പക്ഷെ ഞാൻ എടുത്ത വഴി പോസിറ്റീവായി എന്ന് വിചാരിക്കുന്ന, അല്ലെങ്കിൽ അതിൽ ഹോപ്പ് കണ്ടെത്തി നമ്മൾ യാത്ര ചെയ്തിട്ട് ആ യാത്രയിൽ നമുക്ക് നമ്മളുടേതായിട്ടുള്ള ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റുന്ന വഴികളിലൂടെ എത്തുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ പറയും, യെസ് ദാറ്റ് മെയ്ഡ് ഓൾ ദി ഡിഫറൻസ്. ഇവിടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും അങ്ങനെ സ്റ്റോറി ഓഫ് ലൈഫ് പറയാനുണ്ടായിരിക്കാം. നിങ്ങളുടെ സ്റ്റോറി ഓഫ് ലൈഫിൽ നിങ്ങൾക്കൊക്കെ ഒരു സ്ട്രാറ്റജി ഓഫ് ലൈഫ് ഉണ്ടായിരിക്കും. നിങ്ങളുടെയൊക്കെ സ്ട്രാറ്റജി ഓഫ് ലൈഫിൽ നിങ്ങൾ ഹോപ്പ് എന്നൊരു കോൺസെപ്റ്റ് വെച്ചത് കൊണ്ടാണ് ഈ ഡിവിഷൻ എന്നൊരു ഈ ഒരു പ്ലാറ്റ്ഫോം പോലും സാധ്യമായിട്ടുണ്ടാവുക. കാരണം ആളുകൾക്ക് രാവിലെ തന്നെ കിട്ടുന്നത് മേ ബി ഇൻസ്റ്റാഗ്രാമിലൂടെ ഷെയർ ചെയ്യുന്ന നെഗറ്റീവായിട്ടുള്ള മെസ്സേജസോ, അതല്ലെങ്കിൽ കലുഷിതമായിട്ടുള്ള ഒരു ഔട്ടർ വേൾഡിനെ കുറിച്ചോ ആവരുത്. എന്നും രാവിലെ ഒരു പക്ഷേ അവരുടെ വീട്ടിൽ വെച്ചിട്ടോ, അല്ലെങ്കിൽ അവരുടെ പ്രൊഫഷണൽ സ്പേസിൽ വെച്ചിട്ടോ, അല്ലെങ്കിൽ അവരുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേസിൽ വെച്ച് അവർ കേൾക്കുന്നത് എന്നും ഹോപ്പിന്റെ അല്ലെങ്കിൽ പ്രതീക്ഷയുടെ വാക്കുകളായിരിക്കണം എന്ന ഒരു ഏറ്റവും വലിയൊരു വിഷൻ എന്നാണ് ഡിവിഷൻ തന്നെ പിറവിയെടുക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഈ കവിതകളിലൂടെ സഞ്ചരിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അതുപോലെ തന്നെ പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഞാൻ നേരത്തെ ആമുഖമായിട്ട് സൂചിപ്പിച്ചല്ലോ, ഈ പലസ്തീൻ കവിതകളും അതുപോലെ തന്നെ പലസ്തീനിലെ ഓർമ്മക്കുറിപ്പുകൾ, എസ്പെഷ്യലി മെമ്പേഴ്സ് എന്ന് പറയും നമ്മൾ, ഓർമ്മക്കുറിപ്പുകളും അതുപോലെ ഷോർട്ട് സ്റ്റോറീസും, പിന്നെ പലസ്തീനിലെ കുറച്ച് നോൺ ഫിക്ഷൻ റൈറ്റിംഗ്സ് ഒക്കെ ആയിരുന്നു എൻ്റെ PhDക്ക് വേണ്ടി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ പലസ്തീൻ, ലബനാൻ, ഇസ്രായേൽ, സിറിയ, അതുപോലെ തന്നെ അമേരിക്കയിലേക്ക് കുടിയേറി പാർത്തിട്ടുള്ള പലസ്തീൻ, ഇങ്ങനെ 5 വ്യത്യസ്ത ലൊക്കേഷനുകളിലുള്ള പലസ്തീൻ സ്ത്രീകൾ എഴുതിയിട്ടുള്ള കഥകളും കവിതകളും അതുപോലെ തന്നെ നോൺ ഫിക്ഷൻസും ബേസ് ചെയ്തിട്ടുള്ള ഒരു പഠനമായിരുന്നു. അതിലൊക്കെ ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ള, ഇന്നും അറിയാം പലസ്തീൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ അതിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്താ അറിയോ, ഈ പലസ്തീനിലെ ഒലീവ് ട്രീസ് ഒരു ഭയങ്കര സിംബോളിക് ആയിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് ഉള്ള കാര്യമാണ് ഒലീവ് ട്രീസ്.
അപ്പം പല കഥകളിലും അതുപോലെ തന്നെ കവിതകളിലൊക്കെ ഒലിവ് ട്രീയുമായിട്ട് ഭയങ്കര ബന്ധപ്പെട്ട് കിടക്കും. ഈ ഒലിവ് ട്രീയുടെ പ്രത്യേകത എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ഭയങ്കര ഡ്രെഡ്ഫുൾ ആയിട്ടുള്ള വെതറിലും കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന മരങ്ങളാണ് ഒലിവ് ട്രീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ വരുമാന മാർഗമാണ് ഏറ്റവും വലിയ. അപ്പം ഈ പല കവിതകളിലും അതുപോലെ തന്നെ കഥകളിലൊക്കെ പറയുന്ന സാഹചര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ പലപ്പോഴും ഒലിവ് ട്രീസിനെ സംരക്ഷിക്കുന്നതും ഒരു 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 ഷോർട്ട് സ്റ്റോറി ഉണ്ട് കേട്ടോ. അത് ഒരു ഫാദറും ഒരു മകളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ്. അപ്പം ഈ ഫാദർ ചോദിക്കും, നിങ്ങളുടെ എത്ര മരങ്ങളാണ് പിഴുതെറിയപ്പെട്ടത്, ഇസ്രായേലി ബുൾഡോസേഴ്സ് എന്ന് ചോദിക്കും. അപ്പൊ ഈ മകള് പറയുന്ന നമ്പർ ഉണ്ട്. ആ മകള് പറയുന്ന നമ്പർ കറക്റ്റ് അല്ലാത്തതുകൊണ്ട് ഉപ്പയ്ക്ക് ഭയങ്കര ഫ്യൂരിയസ് ആയിട്ട് മാറുകയാണ് ഫാദർ. അങ്ങനെ അവരിങ്ങനെ പറയുന്ന ഒരു കണക്കുണ്ട്, 181 ലെമൺ ട്രീസ്, ഇത്ര ഒലീവ് ട്രീസ്, ഇതൊക്കെയാണ് ഇസ്രായേലി ബുൾഡോസേഴ്സ് പിഴുതെടുത്തത്. ഇസ്രായേലിന്റെ ഒരു യുദ്ധം എന്ന് പറയുമ്പോൾ നമ്മൾ പറയും വെപ്പൺസ് ഉപയോഗിച്ചുള്ള യുദ്ധം മാത്രമല്ല. ഇസ്രായേൽ ചെയ്യുന്നത് അവിടെ ആക്ച്വലി ബുൾഡോസേഴ്സ് ഉപയോഗിച്ചിട്ട് പലസ്തീനികൾ നട്ടിട്ടുള്ള മരങ്ങൾ പിഴുതെടുക്കുക, അവരെ ലൊക്കേഷനിൽ നിന്ന് തന്നെ കംപ്ലീറ്റ് ആയിട്ട് പിഴുതെറിയപ്പെട്ടിട്ട് അവർ ആ നാട്ടിൽ നിന്ന് തന്നെ എന്നേക്കുമായിട്ട് ഒരു മേ ബി ഒരു കൈൻഡ് ഓഫ് ഡീടെറിട്ടോറിയലൈസേഷൻ എന്ന് പറയും, ആ ടെറിട്ടറിയിൽ നിന്ന് അവർ ഒഴിവാക്കുന്ന തരത്തിലുള്ള ഒരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് യുദ്ധം കൂടെ നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറയാൻ കാരണം അതിൽ ആ മകള് പറയുന്നൊരു വാക്കുണ്ട്, ഉപ്പ ഞാൻ ഒരു ബുൾഡോസർ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഞാനൊരു ബുൾഡോസർ കണ്ടുപിടിക്കും. ഞാൻ ആ ബുൾഡോസർ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പ് വരുത്തും ഒരു ഇസ്രായേലി പോലും നട്ട ഒരു ഒലീവ് മരം പോലും ഞാൻ പിഴുതെറിയൂല എന്ന് പറയും. അത് ഭയങ്കരമായിട്ട് ആ കുട്ടിയുടെ മനസ്സിലുണ്ടാവുന്ന ഒരു ഹോപ്പും സ്ട്രാറ്റജി ഓഫ് ലൈഫാണ്. കാരണം ഓരോ ഒലീവ് മരങ്ങളും പ്രതീക്ഷയുടെ നാമ്പുകളായിട്ട് മാറുമ്പോൾ ഒരു ഒരു ഒലീവ് മരം പോലും പിഴുതെറിയൂല എന്ന് പറയുന്നത് അത് അവരുടെ ഒരു മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയാണ്. അതുപോലെ മറ്റൊരു സ്റ്റോറിയിൽ പറയുന്നുണ്ട്, അത് ഇതുപോലെ ഒരു പെൺകുട്ടി പറയാണ് കേട്ടോ. അത് ഒരു ബ്ലോഗിൽ ഇപ്പൊ നിങ്ങൾക്കറിയാം 2023 ഒക്ടോബർ 7 തുടങ്ങിയിട്ടുള്ള യുദ്ധത്തിന്റെ ശേഷം ഈ പലസ്തീനിൽ ഒരുപാട് ബ്ലോഗുകൾ വരുന്നുണ്ട്. അവരുടെ ഡെയിലി ലൈഫ് എവറിഡേ ലൈഫ് ഇൻ ഗസ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ പ്രസിദ്ധമായിട്ടുള്ള ബ്ലോഗുകളുണ്ട്. അതിൽ ഞാൻ വായിച്ചിട്ടുള്ള ഒരു ഒരു എന്താ പറയാ അനെക്ഡോട്ട് ഫ്രം ഗേൾസ് ലൈഫാണ്. അല്ല ആ ഗേള് പറയണത്, ഞാൻ ഒരു ഞാനൊരു ഹിസ്റ്ററി ടീച്ചർ ആവും ഭാവിയിൽ. എന്തിനാണ് അപ്പൊ ഹിസ്റ്ററി ടീച്ചർ ആവുന്ന ചോദിക്കുന്നുണ്ട്. ഞാൻ ഹിസ്റ്ററി ടീച്ചർ ആവുമ്പോഴാണ് എനിക്ക് പലസ്തീന്റെ യഥാർത്ഥ ഹിസ്റ്ററി ലോകത്തോട് പോലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നുണ്ട്. അപ്പം അത് അവരുടെ പ്രതീക്ഷയാണ്. ഇത്ര അധികം ബോംബ് വർഷങ്ങൾക്കിടയിലും ജീവിതം തന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും സ്വന്തക്കാർ മുഴുവൻ ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുന്ന, ഫാമിലി ഒറ്റപ്പെടുന്നു, സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, ഹോസ്പിറ്റൽസ് ഇല്ല, ലോകം മുഴുവൻ, നഗരവും ഒരു ഗ്രാമം മുഴുവൻ മാറിക്കഴിഞ്ഞു. പക്ഷെ അതിന്റെ ഇടയിലും ഇതൊരു റിയൽ ലൈഫ് സ്റ്റോറിയാണ് കേട്ടോ. ഇവർ പറയുന്നത് ഐ വിൽ ബിക്കം എ ഹിസ്റ്ററി ടീച്ചർ എന്ന് പറയുന്നുണ്ട്. ഈ കുട്ടി പറയാണ് അത് പ്രതീക്ഷയാണ്. ഇതിൻ്റെയൊക്കെ ഇടയിലും അവർ കീപ്പ് ചെയ്യുന്ന ആ പ്രതീക്ഷയാണ് അവരെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരൊറ്റ കാര്യം കൂടെ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. അങ്ങനെ ഈ പല പല നിങ്ങൾ ഒരു പക്ഷേ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് വായിക്കാം പലസ്തീൻ കവിതകളും പലസ്തീൻ കഥകളും അതുപോലെ ഓർമ്മക്കുറിപ്പുകളൊക്കെ. അതിൽ ഒലീവ് ട്രീകളെ പോലെ തന്നെ കാണുന്ന മറ്റൊന്നാണ് ഒരു കീ എന്നത്. നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി, പാലസ്റ്റീൻ പിന്നെ ഷോർട്ട് സ്റ്റോറീസ് പലസ്റ്റീൻ പോയട്രി എന്നോ അല്ലെങ്കിൽ ഇമേജസ് ഇൻ പലസ്റ്റീൻ പോയട്രി ഒക്കെ. അതൊക്കെ ഒരു താക്കോൽ പിടിച്ചിരിക്കുന്ന ഒരു സ്ത്രീയോ താക്കോൽ പിടിച്ചിരിക്കുന്ന പുരുഷനോ താക്കോൽ പിടിച്ചിരിക്കുന്ന കുട്ടീനെയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ താക്കോല് ഏറ്റവും വലിയൊരു സിമ്പലാണ്. അതൊരു വീടിന്റെ താക്കോലോ അതല്ലെങ്കിൽ ഏതെങ്കിലും കെട്ടിടത്തിന്റെ താക്കോലിന്റെ സിമ്പൽ മാത്രമല്ല, അതൊരു കീ ഓഫ് ലൈഫാണ് അവർക്ക്. ആക്ച്വലി 1948 മെയ് 15 ഇസ്രായേൽ എന്നൊരു രാജ്യം ഉണ്ടാവുന്നത്. അപ്പം ഈ മെയ് 15 ലക്ഷക്കണക്കിന് പലസ്തീനിയൻസിന് അവരുടെ നാട്ടിൽ നിന്ന് എന്നേക്കുമായി ടെർമിനേറ്റ് ചെയ്യപ്പെടേണ്ടി വന്നത്. അപ്പൊ അവരുടെ കീ സ്വന്തമായിട്ട് അവരുടെ കീ പ്രതീക്ഷയോടെ അവർ കയ്യിൽ വെച്ചു. എന്നെങ്കിലും ഒരിക്കൽ നമ്മുടെ രാജ്യം എന്നൊരു സ്വപ്നം പൂവണിയെന്നും ആ രാജ്യത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റുന്നും അവരുടെ വീടില് അവരുടെ ഫാമിലിയായിട്ട് ജീവിക്കാൻ പറ്റുന്നുള്ള പ്രതീക്ഷയുടെ സിമ്പലാണ് അവരുടെ കീ. അപ്പൊ നോക്കിയത് കീ എപ്പോഴും ഒരു മെറ്റഫർ ആയിട്ടാണ് ഈ കഥകളിലും കവിതകളിലും സാഹിത്യത്തിലൊക്കെ തന്നെ വർക്ക് ചെയ്യുന്നത്. വളരെ സിംപ്ലിഫൈഡ് ആയിട്ട് ഞാനത് പറഞ്ഞു എന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇതുപോലെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രിട്ടീഷ് പോയട്രി നോക്കുകയാണെങ്കിലും അമേരിക്കൻ പോയട്രി നോക്കുകയാണെങ്കിലും അറബ് സാഹിത്യങ്ങൾ നോക്കുകയാണെങ്കിലും മിഡിൽ ഈസ്റ്റ് ലിറ്ററേച്ചേഴ്സ് നോക്കുകയാണെങ്കിലും ഒക്കെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹോപ്പ് ഈസ് ഓൾവേസ് ദ തിങ് വിത്ത് ഫെദേഴ്സ്.
ഹോപ്പ് എന്നത് ഒരു സ്ട്രാറ്റജി ഓഫ് ലൈഫായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന എത്രയോ ആളുകളുടെ റിഫ്ലക്ഷൻസ് ഓഫ് ലൈഫാണ് പലപ്പോഴും സാഹിത്യത്തിൽ എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇന്നത്തെ എന്നെ ശ്രവിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ആ കാര്യം പറയാമെന്ന് വിചാരിച്ചു. ഹോപ്പ് ഒരു സ്ട്രാറ്റജി ഓഫ് ലൈഫായിട്ട് നമ്മുടെ പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ, പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിലൊക്കെ നമുക്കൊരിക്കൽ പറയാൻ പറ്റും, യെസ് ദാറ്റ് ഹാസ് മെയ്ഡ് ഓൾ ദ ഡിഫറൻസ്, ഐ ആം ഹിയർ എന്ന് ഹോപ്പ് താങ്ക്ഫുള്ളി നമുക്ക് പറയാൻ പറ്റും. സോ ലെറ്റ് ഇറ്റ് ബി ദ മന്ത്ര ഓഫ് ലൈഫ്. താങ്ക് യു വെരി മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ ടു ദിസ് പ്ലാറ്റ്ഫോം. താങ്ക്സ് അലോട്ട്. എന്നെ ഇതിലേക്ക് ക്ഷണിച്ചത് ഹബീബ് വക്കീലാണ്, യൂണിവേഴ്സിറ്റിയിലുള്ള. അദ്ദേഹം ന്യൂസിയ മാമത്തിനോട് പറഞ്ഞു. ന്യൂസിയ മാഡാണ് എന്നെ സ്ഥിരമായിട്ട് കോൺടാക്ട് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് ടൈംലി റെസ്പോണ്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല, ചിലപ്പോൾ തിരക്കിൽ ക്ഷമ ചോദിക്കുന്നു. ഈ പ്ലാറ്റ്ഫോമിൽ വരാൻ പറ്റിയതും എല്ലാവരും കാണാൻ പറ്റിയതിലും സന്തോഷം. നേരിട്ട് എപ്പോഴെങ്കിലും കാണാം. എല്ലാവർക്കും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു എവരി വൺ. താങ്ക് യു മാഡം. ഇന്നത്തെ 321 പുലരിയിലെ പ്രതീക്ഷയുടെ തിരുനാളം നമുക്കായി മുന്നിലേക്ക് തന്നിട്ടുള്ളത് പ്രിയപ്പെട്ട ഷഹനമോൾ മാഡമാണ്. പ്രതീക്ഷയും പ്രത്യാശയും അതുപോലെ പ്രാർത്ഥനയാണ് ഒരു മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത് എന്ന് മാഡം പറയുകയുണ്ടായി. അതുപോലെ ഈ ഒരു പൊൻപുലരിയിൽ നാം ഓരോരുത്തരും പ്രതീക്ഷയുടെ നല്ലൊരു നാളേക്കായുള്ള ആളുകളായി മാറട്ടെ എന്ന് പറയുകയാണ്. ഒരാൾ കേൾക്കാനുണ്ടാകുക എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ പ്രതീക്ഷയാണ്. അസ്തമിച്ചു പോകുന്ന മനുഷ്യനെ പിന്നിൽ നിന്ന് വിളിക്കാൻ ഒരാളുണ്ട് എന്ന് പറയുന്നതും അവന്റെ നല്ലൊരു പ്രതീക്ഷയാണ്. മുമ്പ് ഒരു കഥ കേട്ടതുപോലെ മഴ പെയ്യാനുള്ള പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആളുകൾ ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ കൊടയെടുത്തിരുന്നത് ഒരു കുട്ടി മാത്രമായിരുന്നു. ആ കുട്ടിയുടെ പ്രതീക്ഷ പോലെ മറ്റുള്ളവർക്ക് ഇല്ലാതെ പോകുന്നതാണ് ഇന്നത്തെ നമ്മുടെ ഓരോരുത്തരുടെയും പരാജയം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക. പ്രതീക്ഷകളാണ് മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് നല്ലൊരു പ്രതീക്ഷ നമുക്കുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം ഇത്രയും നല്ലൊരു സെഷൻ മധുര മനോഹരമായി നമുക്ക് നല്ലൊരു സംഗീതം പോലെ ഈ ഒരു പ്രഭാതത്തിൽ ചിരിച്ചുകൊണ്ട് നമുക്കായി അവതരിപ്പിച്ച ഷാനിമോൾ മാഡത്തിന് നല്ലൊരു നന്ദി ഡിവിഷന്റെ പേരിൽ അറിയിക്കുകയാണ്. അതോടൊപ്പം പ്രിയപ്പെട്ട ശ്രോതാക്കൾ, അവരാണ് നമ്മുടെ ഓരോ പുലരിയുടെയും പ്രതീക്ഷകൾ, അവരാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. അവരെയും സ്നേഹനന്ദി അറിയിക്കുന്നു. ഈ ഒരു സെഷന് വേണ്ടി നമുക്കായി മാഡത്തെ തന്നിരിക്കുന്നത് പ്രിയപ്പെട്ട ഹബീബ് വക്കീലാണ്. വക്കീലിന്റെ ഈ ഒരു ടോപ്പിക്കുമായി ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരാളാണെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നല്ലൊരു വഴികാട്ടിയായ അദ്ദേഹത്തിനും സ്നേഹനന്ദി അറിയിച്ചുകൊണ്ട് കൂടെയുള്ളവർക്കും പ്രത്യേകം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിവിഷൻ സമാപിക്കുമ്പോൾ നാളെയുടെ നല്ല ഓർമ്മകൾക്കായി എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.